ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ് കേട്ടോ റൂമിലേക്ക്. വന്നിങ്ങനെ ബോറടിച്ചിരിക്കുകയായിരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഓർമ്മയിൽ വന്നത്, നമുക്കൊരു കല്യാണത്തിൻ്റെ ക്ഷണം ഉണ്ടായിരുന്നു. കല്യാണത്തിൻ്റെ ക്ഷണമല്ല, കല്യാണത്തലേന്നിൻ്റെ ക്ഷണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തായാലും നമുക്ക് വൈകുന്നേരം പോകണം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതായതുകൊണ്ട് മുഖമൊക്കെ നല്ല ഡള്ളായിട്ടിരിക്കുകയായിരുന്നു വെയിലൊക്കെ കൊണ്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ജസ്റ്റ് ഒരു മാസ്ക് ഇടാമെന്ന്. അങ്ങനെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഞാൻ വേഗം തന്നെ റെഡി ആയി കേട്ടോ. ഒരു 10-15 മിനിറ്റ് ഞാനങ്ങനെ റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അത് റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഡ്രൈ ആയപ്പോൾ അതെടുത്ത് കളഞ്ഞ് നന്നായിട്ട് മസാജൊക്കെ ചെയ്തിട്ടോ. എന്നിട്ട് ഞാൻ വേഗം കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായി. കല്യാണത്തിനായിട്ട് കല്യാണത്തിന് പോകാനായിട്ട് ഞാൻ റെഡിയായി കേട്ടോ. ഞാൻ ഒരു ടോപ്പും ഒരു കുർത്തി പോലെയുള്ളൊരു സംഭവമാണ് ഞാൻ ഇട്ടിരുന്നത്. ഇതിന് ശരിക്കും ഈ ഷോളല്ല കേട്ടോ, വേറൊരു കളർ ഷോളായിരുന്നു. തൽക്കാലം എനിക്ക് ഈ ഷോളാണ് കയ്യിൽ കിട്ടിയത്. പിന്നെ കളറുമായിട്ട് കുറച്ച് മാച്ചായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഈ ഷോൾ അങ്ങോട്ട് ഇട്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കല്യാണത്തിൽ പോവാണേ. നമുക്ക് കല്യാണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഫുഡാണല്ലോ. അപ്പോൾ ഇവിടെ വന്നിട്ട് സദ്യയായിരുന്നു, നല്ല പായസമൊക്കെ കൂട്ടിയിട്ടുള്ള സദ്യയായിരുന്നു. പിന്നെ ചെക്കനും പെണ്ണിനെയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വേഗം തന്നെ സദ്യ കഴിക്കാനായിട്ട് കയറിയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നല്ല തിരക്കാവും, പിന്നെ കഴിക്കാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സീറ്റ് കിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗം തന്നെ കയറിയിരുന്നു. അങ്ങനെ ഇലയൊക്കെ ഇട്ടു. നമുക്ക് ചോറ് വന്നു, പിന്നെ അവിയലുണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, പിന്നെ പപ്പടം വന്നു. അത് കഴിഞ്ഞപ്പോൾ സാമ്പാർ വന്നു. അങ്ങനെ എല്ലാ കറികളും ഒക്കെ കൂട്ടി ഞാനൊരു പിടി അങ്ങോട്ട് പിടിച്ച്. പിന്നെ നമുക്ക് എവിടെ പോയാലും നമ്മൾ ഫോട്ടോ എടുക്കണമെന്നുള്ളത് നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു പോയതായതുകൊണ്ട് നമ്മൾ വേഗം തന്നെ ഒരു ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് പായസം വന്നു. എനിക്ക് ഈ പരിപ്പ് പായസമൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ പരിപ്പ് പായസം, അടപ്രഥമൻ അതൊക്കെ കിട്ടുമ്പോൾ എനിക്ക് അതിൻ്റെ കൂടെ പഴം വേണം, പിന്നെ പപ്പടം വേണം. ഇതൊക്കെ കൂടെ ഇങ്ങനെ മിക്സ് ചെയ്ത് കഴിക്കാനൊരു ടേസ്റ്റ് കേട്ടോ. നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് പരിപ്പിൻ്റെ പായസമായിരുന്നു. അതിൻ്റെ കൂടെ പപ്പടം മസ്റ്റാണ്. അങ്ങനെ പപ്പടവും പഴവും ഒക്കെ കൂടെ കൂട്ടി ഞാൻ പായസം വെച്ചു. അങ്ങനെ നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വരികയാണ്. അപ്പോൾ വന്നപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് അന്നത്തെ ദിവസം നമുക്കിവിടെ അമ്പലത്തിൽ ഉത്സവം ഉണ്ടെന്ന്. അങ്ങനെ നേരെ നമ്മൾ ഉത്സവം കാണാനായിട്ട് അമ്പലത്തിലേക്ക് പോയി. നമ്മൾ ചെന്നപ്പോൾ തന്നെ ഉത്സവത്തിൻ്റെ ആരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഘോഷയാത്രയും കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് കുറേ കലാരൂപങ്ങളുണ്ടായിരുന്നു. അതൊന്നും ഏകദേശം കറക്റ്റായിട്ടൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്, കാണാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു. എനിക്ക് മെയിനായിട്ട് കൊട്ടുണ്ട് ഈ ശിങ്കാരിമേളം അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ എന്താ പറയുക, അമ്പലത്തിൻ്റെ അവിടേക്കുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോയി. കാവടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കാവടിയൊക്കെ തുള്ളണതൊക്കെ കണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ വൈകുന്നേരം അല്ല രാത്രിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ തിരിച്ച് നേരെ റൂമിൽ വന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, സീ യു.